ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും വിവിധ സംസ്ഥാന സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപ വീതം 617 പേർക്ക് ഇതിനകം വിതരണം ചെയ്തു. കഴിഞ്ഞ ജൂലൈ 30 പുലർച്ചെ പൊട്ടിയൊഴുകി വന്ന ഉരുൾ കാണാമറയത്തേക്ക് ഒളിപ്പിച്ചവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ശനിയാഴ്ച മഴയും കോടയും കാരണം വൈകിട്ടോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലുമാണ് തിരച്ചിൽ നടന്നത്. ഉരുൾപൊട്ടലിൽ ദുരിതം വിതച്ച പ്രദേശങ്ങൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സന്ദർശിച്ചു. എല്ലാവരും പുനരധിവാസം പൂർത്തീകരിക്കാൻ ഒരുമിച്ച് ഉണ്ടാകണമെന്ന് MA ബേബി പറഞ്ഞു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രസക്തിയുള്ളത്. ഒന്ന്, പുനരധിവാസ പ്രവർത്തനം. നഷ്ടപ്പെട്ടവരെ ഇപ്പോഴും എവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും നിർത്തിവെക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. സകലതും നഷ്ടപ്പെട്ടവരെ എങ്ങനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നാട് കൂട്ടായിട്ട് നിന്ന് ഇനിയിപ്പോൾ ആലോചിക്കേണ്ടത്. ചൂരൽമലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ കടകളിൽ ശുചീകരണം ആരംഭിച്ചു. വ്യാപാര സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. വ്യവസായ സേവന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഈ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ നാശനഷ്ടം കണക്കെടുത്തിരുന്നു. ഏകദേശം 20 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ, ചെറുകിട വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ 20 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി ഒലിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. 63 വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ചെളി നിറഞ്ഞ് സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അവിടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നതിനുള്ളൊരു ശ്രമമാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിജീവിച്ചവർക്ക് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ടൗൺഷിപ്പാണ് സർക്കാരും വിഭാവനം ചെയ്യുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.